ഷിമുനൂസിയാദ് ഇപ്പോൾ OV മുസ്തഫ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മെച്ചപ്പെട്ട താമസ സൗകര്യങ്ങൾ ഇപ്പോൾ ലേബർ ക്യാമ്പുകളിൽ ലഭ്യമാണ്. എന്നാൽ എല്ലാ ലേബർ ക്യാമ്പുകളും ആ നിലയിൽ എല്ലാം തികഞ്ഞതാണ് എന്ന അവകാശവാദവും പ്രത്യേകിച്ച് നോർക്കയ്ക്കില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏതായാലും കമ്പനിയുടെയും താമസ സ്ഥലത്തിൻ്റെയും ചുമതലയുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നതിലേക്കുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് ആ രാജ്യം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ചട്ടലംഘനങ്ങൾ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ചട്ടലംഘനങ്ങൾ പ്രഥമ ദൃഷ്ട്യാ സംശയിക്കുന്നു എന്നല്ലേ അതിൽ നിന്ന് കാണേണ്ടത് ഷിമുനൂസിയാദ്? ശ്രീ MP നികാഷ് കുമാർ, നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു ദുരന്തം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ സൂചിപ്പിച്ച സമയത്ത് ലേബർ ക്യാമ്പുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് തൊഴിലാളികൾക്ക് ഏറ്റവും മികച്ച സൗകര്യത്തിലുള്ള ഒരു അക്കമഡേഷൻ ആണ് NBTC എന്ന് പറഞ്ഞ കമ്പനി അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നിർഭാഗ്യവശാലാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുള്ളതും ചില ഉദ്യോഗസ്ഥന്മാരുടെ എന്താ പറയുക അവരുടെ ചെക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ അശ്രദ്ധ മൂലമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്ന് പ്രഥമ ദൃഷ്ട്യാ നോക്കിയിട്ട് കാണുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്താൻ വേണ്ടി ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുകയാണ്. സ്ഥലം നേരിട്ട് സന്ദർശിച്ചിട്ടാണ് ആഭ്യന്തരമന്ത്രി ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ കുവൈത്തിലെ നിരവധിയായിട്ടുള്ള ഏരിയകളിൽ മുഴുവനായിട്ടും മുനിസിപ്പാലിറ്റി അധികൃതർ നിരന്തരമായിട്ട് ഇപ്പോ ചെക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ നിയമലംഘനങ്ങൾ നടത്തുന്നത് കണ്ടാൽ അത് സ്പോട്ടിൽ തന്നെ അതിനുവേണ്ട പിഴ ചുമത്താനും അവിടെ അതിൽ നിന്നും തൊഴിലാളികളെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നീക്കാനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. Debate with MV Nikesh Kumar.